അതിനാ നീ അത് പറഞ്ഞപ്പോ അവൻ ചൂടാണ് കൊടുത്തോണ്ട് ഏത് പാർട്ടിയാ ഏത് കോൺഗ്രസ്സുകാരൻ എന്ന് പോലും അപ്പം പോലും കോൺഗ്രസ്സുകാരൻ അല്ലാതെ അവൻ കോൺഗ്രസ്സുകാരനൊന്നും അല്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്തല്ലോ ഈ നമ്മുടെ മുഖ്യമന്ത്രിനെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല. മുഖ്യമന്ത്രിനെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല. ഹൈക്കമാൻഡിൽ നിന്ന് തീരുമാനമാവുമെന്ന് പറയുന്നു. പക്ഷേ എല്ലാവരും കെ സി വേണുഗോപാലിൻ്റെ പേരും വി ഡി സതീശൻ്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നാണ്? എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെയൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു വി ഡി സതീശനാകണം എന്നുള്ളത്. ഇപ്പോൾ ആ താല്പര്യമൊക്കെ പോയി. എന്ത് പറ്റിയത്? ഹൈക്കമാൻഡിൽ നിന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുക്കാനുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർ പറഞ്ഞായിരുന്നു ഇന്നയാൾ മുഖ്യമന്ത്രിയാണ്. ഈ 6 ദിവസമല്ല, ഇനി 20 ദിവസം കഴിഞ്ഞാലും മുഖ്യമന്ത്രി ആകുകയില്ല. അവരാരും മുഖ്യമന്ത്രി ആകുന്നു. അവരെല്ലാവരും കേസിനാക്കുന്നതാണോ? എന്തിനാണ് കേസിനാക്കണേ? കേസ് ഇവിടെ എം പി അല്ലേ? അതെ. കേന്ദ്രത്തിലെ എം പി. ആ എം പിനെയാണോ മുഖ്യമന്ത്രി ആക്കണേ? ഇവിടെയുള്ള MLA ആണോ മുഖ്യമന്ത്രി ആക്കണേ? ഈ ജനങ്ങളെ ജയിപ്പിച്ചു പോട്ടെ. ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരാണോ? അതെ. നമ്മളോടൊരു നീതികേടാണോ? നീതികേട് കാണിക്കുമല്ലേ ഇത്? ഈ കോൺഗ്രസിന്റെ പുറകെ ഞാൻ ഒത്തിരി പ്രവർത്തിച്ചാണോ ഞാൻ ഈ പ്രാവശ്യത്തെ ഇലക്ഷന്? അതെ അതെ, വെറും വെട്ടികളായി. കാരണം നമ്മൾ ഓർഡർ ചെയ്തല്ലോ ഈ പറഞ്ഞാൽ കുഴപ്പം. ആ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നത് ഞാനൊരു കാര്യം ചോദിക്കാം. കെ സി വേണുഗോപാൽ നിലവിൽ എം പിയാണ്. അതെ. ആ പുള്ളി ഇവിടെ ഒന്ന് ജയിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? 6 മാസത്തിനകം ഇല്ല. 100% ജയിക്കില്ല. അയാള് ജയിക്കില്ല. കെ സി വേണുഗോപാൽ ജയിക്കില്ല. 6 മാസത്തിനകം ജയിക്കണല്ലോ. ജയിക്കില്ല. കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ എവിടെ നിന്നാലും ജയിക്കില്ല. 100% ജയിക്കില്ല. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ രണ്ട് ബൈ ഇലക്ഷനാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അതെ, എല്ലാം കൂട്ടിക്കൊണ്ട് പാർട്ടിനെ ഇത്ര എത്തിച്ചത് സതീശനാണ്. അവർക്ക് ഇഷ്ടമുള്ള കൊടുക്കണം. 4 2 ബൈ ഇലക്ഷൻ വരുക. ഈ 2 ബൈ ഇലക്ഷൻ ചെലവ് എത്രയാവും? ഇത് ഈ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആണോ പൈസ പോകുന്നത്? ഇത്രയും ഈ നികുതിപ്പണം അടച്ചിട്ട് ഇനി ഇവർ മന്ത്രി ഈ MLA സ്ഥാനത്തോട്ടും MP സ്ഥാനത്തോട്ടും മത്സരിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ പോകരുത്തരാണ്. അതുകൊണ്ട് കോൺഗ്രസിനോടുള്ള ഞങ്ങളുടെ എല്ലാ ഇതും തീർന്നു. ഇനി BJP മന്ത്രിസഭ അതാ ഏറ്റവും നല്ലത്. കോൺഗ്രസ് ജനങ്ങളെ ചതിക്കുവാണെന്നാണ് പറഞ്ഞത്. ജനങ്ങളെ ചതിക്കുക. കാരണം ഞാനൊക്കെ രാത്രിയിൽ അധികാരത്തിന് വേണ്ടി തമ്മിൽ തല്ലുമല്ലേ? അതെ. അവർക്ക് ഇത്രയും തീറ്റ കിട്ടിയില്ലേ? തീറ്റ കിട്ടിയപ്പോ അവരുടെ അധികാരത്തിന് വേണ്ടി തല്ലി പിടിക്കുക. അതെ. ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി ആകാൻ ഒരാളേ ഉള്ളൂ. ലാസ എന്നാന്നറിയോ? ആ പിണറായിനെ കൊണ്ടുവന്ന് ആ മുഖ്യമന്ത്രി ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വരുന്ന പോലെ 6 ദിവസം 2 ദിവസം ഓരോരുത്തർ കൊടുക്കുക. ഞായറാഴ്ച ദിവസം പിണറായി കൊടുക്കട്ടെ. അതിന്റെ കൊടുക്കാത്ത എന്ത്? അതെ, 102 സീറ്റിൽ 102 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ എക്കാലത്തെ വലിയ ഭൂരിപക്ഷം. അതെ. ഇതുവരെ അവർക്ക് 100 സീറ്റ് പോലും നയിക്കാൻ പറ്റിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ ഈ വണ്ടി ഓടിന് പോലും നിർത്തിവെച്ച് ഈ ഇലക്ഷൻ വേണ്ടിയിട്ട് പുറകെ നടന്നിട്ടുള്ള. അങ്ങനെയുള്ളടത്ത് ഇവരൊക്കെ എന്നെ കാണിക്കുന്നത്. അതെ, ഈ ഒരു സർക്കാർ അധികാരത്തിൽ കയറിയാലും ജനങ്ങളോട് സർക്കാർ ഒരു പ്രതീക്ഷയില്ല. ഈ പറഞ്ഞേക്കണ വാഗ്ദാനങ്ങൾ പാലിക്കുന്നു ഒരു പ്രതീക്ഷയില്ല. നിലവിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും സ്ത്രീകൾക്കൊന്നും സൗജന്യം കൊടുത്തേച്ച് ഇവരെന്നായും ഈ KSRTC ഇപ്പം മൊത്തം നഷ്ടത്തിലാണ്. ഈ സൗജന്യ യാത്ര ഇപ്പോൾ കട്ടപ്പനയെന്ന് ഒരു പുള്ളിക്കാരത്ത് രാവിലെ കോട്ടയത്തിന് വരിക, അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർക്ക് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് എവിടുന്ന കാശുണ്ടാക്കണത്? ഈ ജനങ്ങളെ കുത്തിപ്പിഴിയുമല്ലേ ചെയ്യണേ? ഇപ്പം KSRTC കട്ടപ്പുറത്താവുമെന്നാണ്. കട്ടപ്പുറത്താവുമെന്ന് ഞാൻ പറയല്ല. അതിപ്പം മന്ത്രിസഭയുടെ തീരുമാനം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചേട്ടന്റെ അഭിപ്രായം ഇപ്പൊ ഈ നിലവിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് VD സതീശനെ ആക്കുമോ? ഇവരെ എന്റെ അഭിപ്രായം പറയണം, നിലവിൽ ഇവരെ 3 പേരെ ആക്കരുത്. തീർച്ചയായിട്ടും. അപ്പൊ നിലവിൽ ഇവരെ 3 പേരെ ആക്കരുത്, വേറെ ആരെങ്കിലും ആക്കണം. ആണ് ആ സ്ഥിതിക്കാണ് ഇപ്പൊ നിൽക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ഹൈക്കമാൻഡിന് തീരുമാനം ഉണ്ടെങ്കിൽ, ഹൈക്കമാൻഡിന് ഒരു തീരുമാനം എടുക്കാനുള്ള ഉറപ്പുണ്ടെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് ഇവരെ 3 പേരെ ആക്കരുത്. ഈ ഹൈക്കമാൻഡ് ഇപ്പൊ ഇരിക്കണത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് KC വേണുഗോപാലിന്റെ ഒരു ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എല്ലാവർക്കും. അതുകൊണ്ടല്ലേ ഇത്ര വലിച്ചു നീട്ടിക്കൊണ്ട് പോണേ? അല്ലേ? ചായ ഉണ്ട് അല്ലേ KC വേണുഗോപാൽ ഇത്രയും കിടന്ന് പറയണത്? അല്ലെങ്കിൽ പെട്ടെന്നൊരു മുഖ്യമന്ത്രി സുഖമായിട്ട് അവർക്ക്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 6 ദിവസം കഴിഞ്ഞു. 6 ദിവസം കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡിന് ഒരു തീരുമാനം എടുക്കാനുള്ള ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവര് ഹൈക്കമാൻഡാന്ന് പറഞ്ഞിരിക്കണേ? ഇന്നയാള് മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞാൽ ഇന്നയാള് മുഖ്യമന്ത്രി അവിടെ തീരുന്ന കേസുള്ളൂ, പ്രശ്നമുള്ളൂ. പിന്നെ ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ തോറ്റു പോണത്. ഇത് ഇലക്ഷനെ പുറകെ നടന്ന് വോട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ വെറും മണ്ടന്മാരോ? അത് മാത്രമല്ല, എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നികുതി പണം തിരിച്ചടക്കുകയും ചെയ്യണം. ചേട്ടാ, ജനമാറ്റം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, മാറി കഴിഞ്ഞപ്പോൾ ഇതന്നെ സ്ഥിതി അല്ലേ? ഇതന്നെ സ്ഥിതി. ഇതിനകത്തൊരു മാറ്റം വരുമൊന്നുമില്ല. നമ്മള് വിട്ടികള് അപ്പൊ അവരുടെ സൗകര്യം നോക്കുക.
ഞാൻ പറഞ്ഞത് ഈ 3 പേരെ ആക്കല് വേറെ 4 ഒരാൾ ഇനിയിപ്പോ ആ 3 പേരല്ലാണ്ട് വേറൊരാളെ അല്ലേ പുറത്തുനിന്ന് ആക്കണം. അതാ ഒരു മറുപടി. തല്ലിപ്പിടിക്കട്ടെ. എനിക്കൊന്ന് മറുപടി അതാണെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ നാലാമതൊരാളെ മുഖ്യമന്ത്രി ആക്കുക, അങ്ങനെ ആക്കുക. ഈ 3 പേര് വേണ്ട ഇനി വേണ്ട. ഇവര് 3 പേരും വേണ്ട. എന്തിനാ ഇവര് 3 പേര് കയറിയിട്ട് ഇവിടെ കേരളത്തിൽ ഒന്നും ഒലത്തി തരികയല്ല. അത്രേ ഉള്ളൂ. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ജനങ്ങൾക്ക് അത് മനസ്സിലായി. ഇപ്പൊ കസേരയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ തല്ലി തല്ല എന്ന് പറഞ്ഞത് എന്നാ ഇത്? എടാ, നമുക്ക് പിണറായി വിജയനെ വീണ്ടും വിളിക്കാം. ഇതൊന്നും വേണ്ട. പിണറായി വിജയനെ മുഖ്യമന്ത്രി ആക്കിയാൽ മതി. 3ാം വട്ടം പിണറായി മതിയായിരുന്നല്ലേ? 3ാം വട്ടം വന്നൊന്നല്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഇതുപോലെ ജനങ്ങളാരും തിരിയല്ലായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴത്തെ ഇവരുടെ കാട്ടായം കാണുമ്പോഴത്തേക്കും അതേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതേ ചെയ്യാനുണ്ടായിരുന്നു. കേട്ടോ, രമയാക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. വടകരന്ന് രമയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കണം. കോൺഗ്രസ്സുകാർ ഒരു വനിതാ മുഖ്യമന്ത്രി കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്നു കെ രമ. പാർട്ടിക്കിട്ട് അടി കൊടുക്കത്തക്ക ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞ് ഇരിക്കാനും കിടക്കോ പുറത്തെന്ന് പറഞ്ഞ് കിടക്കാനും പുള്ളിയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള പുള്ളിക്കാരത്തെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതാണ്. ടി.പി. ചന്ദ്രശേഖരന്റെ അതേ പാരമ്പര്യത്തില്. അല്ല, പുള്ളിയുടെ ഭാര്യയല്ലേ കെ രമ. അവർക്ക് പകരം ഇവരെ ഒരു 6 മാസമെങ്കിലും മുഖ്യമന്ത്രിയാക്കണം. ഒരു വനിതാ മുഖ്യമന്ത്രി. എന്നിട്ട് മറ്റേ പുള്ളിയെ പിടിച്ച് പുറത്താക്കാൻ പറ്റുള്ളൂ. കരക്കോ പുറത്ത് പറഞ്ഞ പുള്ളി എപ്പോഴും പിണറായിയെ സഖാവിനെ അന്നേരം പുറത്താക്കും. കിടക്കോ പുറത്ത് നിങ്ങൾ ഓടിക്കാൻ പറ്റുള്ളൂ. ചേട്ടാ ഇവിടെ ഈയിടെ പെട്രോൾ ഒഴിച്ച ആളിവിടെ അകത്ത് കാണും. അതൊക്കെത്തുണ്ട് കൊടുത്ത വണ്ടി മുഖ്യമന്ത്രിയായിട്ട് പിണറായിനെ കൊണ്ടുവന്ന് കേക്കരമേ ഇതിലൊക്കെ നല്ലത്. നല്ല ബംഗളമാണ്. എൻ്റെ അമ്മൂമ്മയാ. നിങ്ങൾ സമ്മതിക്കുമോ? അതും സമ്മതിക്കുകയല്ലേ ചേട്ടാ? കേറി ഉടക്കല്ലേ. വേണേ വല്ല കാര്യം പറഞ്ഞോ? അവർ പറഞ്ഞ പോലെ നല്ല മുതലാണ് ഇവിടുത്തെ. അതെ, കാരണം നമുക്ക് കൊടുത്ത വണ്ടിയെ പരിചയപ്പെടുത്താം അവർക്ക്. അല്ല, ഈ പെട്രോൾ ഒഴിച്ച പുള്ളി പാർട്ടി പ്രവർത്തനമാണ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തനമാണോ? ഇവിടെ ഒരു പാർട്ടിയില്ല. പുള്ളി ഏത് പാർട്ടിയാന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതിനാ കൊടുത്ത വണ്ടി ഏത് പാർട്ടിയാണോ? അതിനാ നീ അത് പറഞ്ഞപ്പോ അവൻ ചൂടാണ്. കൊടുത്ത വണ്ടി ഏത് പാർട്ടിയാ? ഏത് കോൺഗ്രസ്സുകാരൻ? എന്ന് പോലും പെണ്ണുമ്പള മത്സരത്തിൽ നിന്നപ്പം പോലും കോൺഗ്രസ്സുകാരൻ. അല്ലാതെ അവൻ കോൺഗ്രസ്സുകാരനൊന്നും അല്ലല്ലോ. ഞാൻ പാർട്ടിയാന്ന് പറഞ്ഞോ? ഞാൻ CMP ആന്ന്. CMP എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഇപ്പൊ പുള്ളി നാടകം കളിക്കുമായിരുന്നു അതോ പുള്ളി യഥാർത്ഥ പാർട്ടി അനുഭാവിയായിരുന്നോ? പുള്ളി പാർട്ടി അനുഭാവം. പുള്ളി ഒരു പേരെടുക്കാൻ വേണ്ടി ഒരു നാടകം രാവിലെ. അന്ന് അങ്ങനെയാണ്. പെട്രോൾ അല്ല ഡീസൽ മേടിച്ചോണ്ട് തലവരി ഒഴിക്കണം. എന്തിനാ പെട്രോൾ ഒഴിക്കാൻ? പെട്ടെന്ന് കത്തിയല്ല. ഡീസലായിരുന്നു അപ്പോൾ? കുപ്പിക്കകത്ത് ഡീസലായിരുന്നു. അത് ആരെങ്കിലും ചെക്ക് ചെയ്തോ? ഇല്ല. പത്രക്കാർ പിന്നെ അങ്ങനെ ഇട്ടത്. അത് നീ പിന്നെ കഥയില്ലാത്ത എടാ അതൊന്ന് രേഖപ്പെടുത്തണോ? ഇനിയിപ്പോ ഇതിനകത്ത് ഇതിനെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പറയാനുള്ള പറഞ്ഞ് ഈ ചേട്ടൻ പറഞ്ഞു ഇത്രയും ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ആക്കുന്നതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല. നാണം കെട്ട് പോയി ശരിക്കും. മോദി പറഞ്ഞല്ലോ എന്തോ അല്ലേ, കോൺഗ്രസ് UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം നാണം കെട്ട് പോയി. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ പ്രവർത്തിച്ച് ഞങ്ങളൊക്കെ ഇപ്പൊ തല മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാ വന്നേക്കണത്. അതെ, 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭരണം കിട്ടിയതാ. ഇട്ട് പൊട്ടം കളിക്കുന്ന പോലെ പൊട്ടം കളിക്കുക അല്ല, അവർ പൊട്ടം കളിപ്പിക്കുക. ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുക ശരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം വെച്ചാൽ ഇവർ 3 പേരെ ആക്കണ്ട, 4ാമതൊരാളെ മുഖ്യമന്ത്രി ആക്കുക. ഒരു വനിതാ മുഖ്യമന്ത്രി ഒന്നും വേണ്ട. ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. നാടക സുരേഷ് ഉണ്ട്, ഏറ്റവും നല്ല 1-ാം തരം MLA. ചാണ്ടിയുമ്മനായാലും ചാണ്ടിയുമ്മനൊക്കെ ഇപ്പോൾ വന്നതാ. എന്നാലും അതിനേക്കാളൊക്കെ മുമ്പ് KPCC-ക്കകത്തും UDF-നകത്തും പ്രവർത്തിച്ചിട്ടുള്ള നാടക സുരേഷ് ഉണ്ട്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച VM വാസവനെ തോപ്പിച്ച മന്ത്രിയായിരുന്ന VM വാസവനെ തോപ്പിച്ച നാടക സുരേഷ് ഉണ്ട്. ആക്കട്ടെ. ഇവരാക്കുമെന്ന് അല്ല ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ പിടിച്ചോണ്ട് നടക്കുക. അത്രേ ഉള്ളൂ.